REALME അവരുടെ പുതിയ നാർസോ 20 സീരീസിലെ ഫോണുകളായിട്ടുള്ള REALME നാർസോ 20A, REALME നാർസോ 20 ആൻഡ് REALME നാർസോ 20 Pro ഈയിടെയാണ് ലോഞ്ച് ചെയ്തത്. എന്നാൽ ബഡ്ജറ്റ് ഫോണുകളുടെ ഇടയിൽ REALME നാർസോ 20 എന്ന ഫോൺ വളരെയധികം മുന്നിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ ലോ പ്രൈസും അതുപോലെ തന്നെ നല്ല മികച്ച സ്പെസിഫിക്കേഷനുമാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീൻ സെരീന എന്ന ടെക് ചാനലാണ്. ഞാനാണ് ജീൻ എഡ്സൺ. നേരെ വീഡിയോയിലേക്ക്. Back from the dead. നമ്മൾ ഈ വീഡിയോയെ 5 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി ആൻഡ് മൈ ഒപ്പീനിയൻസ് എന്ന ഘട്ടങ്ങളിലാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഡിസ്പ്ലേ തന്നെ നമുക്ക് നോക്കിക്കളയാം, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ലഭിക്കുന്ന 6.5 ഇഞ്ചിൻ്റെ ഒരു വലിയ IPS LCD സ്ക്രീനാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് HD+ റെസൊല്യൂഷനാണ്, അല്ലാതെ ഫുൾ HD+ റെസൊല്യൂഷൻ അല്ല നമുക്കിവിടെ ലഭിക്കുന്നത്. ഇതിൻ്റെ PPI ഡെൻസിറ്റി നമ്മൾ നോക്കുമ്പോൾ 270 PPI ഡെൻസിറ്റി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 20:9 ബോഡി റേഷ്യോ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ബോഡിയുടെ വെയിറ്റ് അല്ലെങ്കിൽ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 208 gram ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇതൊക്കെയാണ് ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വരാം. പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ REALME നാർസോ 20 കൂടുതലും പ്രോസസ്സിങ് കൺസ്യൂം ചെയ്യുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഗെയിമേഴ്സിനെ എടുക്കാം. കൂടുതലും അവരെ ഫോക്കസ് ചെയ്താണ് ഇതിൻ്റെ ചിപ്സെറ്റ് ഇറക്കിയിരിക്കുന്നത്. കാരണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTekൻ്റെ Helio G85 എന്ന ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഒക്ടാ-കോർ പ്രൊസസ്സറാണ്. അതോടൊപ്പം തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് 12 നാനോമീറ്ററിൻ്റെ ഫാബ്രിക്കേഷൻ ടെക്നോളജിയാണ്. ഒരു ചെറിയ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ഫാബ്രിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന GPU എന്ന് പറയുന്നത് മാലി G52 എന്ന GPU ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെയധികം നല്ലൊരു GPU തന്നെയാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തായി നമുക്കിതിൻ്റെ ക്യാമറയുടെ വശത്തേക്ക് പോവാം. ക്യാമറയുടെ വശത്തേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് REALME C12ലും REALME C15ലും കണ്ട പോലെ തന്നെ ഒരു ക്യാമറ മോഡ്യൂൾ ഷേപ്പ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതേ ഒരു സ്ക്വയർ ക്യാമറ കട്ട് മോഡ്യൂളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. 48 MBയുടെ പ്രൈമറി സെൻസറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് f1.8 ആണ് അപ്പർച്ചർ. 8 MBയുടെ ആണ് അൾട്രാ വൈഡ് ലെൻസ്. അതോടൊപ്പം തന്നെ 2 MBയുടെ ഒരു മാക്രോ ലെൻസ് നൽകുന്നുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല മാക്രോ ലെൻസ്. അതുപോട്ടെ 2 MBയുടെ ഒരു മാക്രോ ലെൻസാണ് ഇവിടെ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിതിൽ വീഡിയോഗ്രാഫി നോക്കുമ്പോൾ 180p at 30 FPS ആൻഡ് 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിലേക്ക് വരുമ്പോൾ 8 MBയുടെ ഒരു ക്യാമറയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അവിടെ നമുക്ക് വീഡിയോഗ്രാഫി 180p at 30 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ വശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബാറ്ററിയുടെ വശത്തേക്ക് നോക്കുമ്പോൾ REALME നാർസോ സീരീസിൽ ആദ്യമായിട്ടാണ് നമുക്ക് 6000 mAhന്റെ ഒരു വലിയ ബാറ്ററി ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേറെ ഒരു ഫോണിൽ നമുക്ക് 6000 mAh ബാറ്ററി അല്ലെങ്കിൽ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ബാറ്ററി സെഗ്മെൻറ്റിൽ വളരെയധികം നല്ലൊരു അപ്ഗ്രേഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഈ ഒപ്പീനിയൻ എന്ന സൈഡ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ആ ഫോണിനോട് തോന്നിയ എൻ്റെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഡിസ്പ്ലേയുടെ അവിടെ HD+ ഡിസ്പ്ലേ എന്നത് മാറ്റി ഫുൾ HD+ ഡിസ്പ്ലേ എന്നാക്കുമായിരുന്നെങ്കിൽ കൂടുതലും മീഡിയ കൺസ്യൂം ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ കൂടുതൽ ഗെയിമേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഗെയിമേഴ്സിന് കൂടുതലും ആ ഗെയിമിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഡിസ്പ്ലേ അവർ നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. അപ്പോൾ അതാണ് എൻ്റെ ഒപ്പീനിയൻ സൈഡ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് REALME നാർസോ 20 എന്ന ബഡ്ജറ്റ് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് വീണ്ടും പുതിയ വീഡിയോസുമായി കാണാം. സ്റ്റേ ട്യൂൺഡ്.